Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. 2 injured. 2 പേർക്ക് പരിക്കേറ്റു. 1. ഒരു വ്യക്തി ക്രിട്ടിക്കൽ ഗുരുതരമായ അവസ്ഥയിലാണ്. 1 ക്രിട്ടിക്കൽ ഒരു വ്യക്തി ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. ആഫ്റ്റർ അതിനെ തുടർന്ന് കാർ ഹിറ്റ്സ് കാർ ഇടിക്കുന്നു. പിക്കപ്പ് ഓട്ടോയിൽ കാർ ഇടിക്കുന്നു. ഇൻ കഴക്കൂട്ടത്താണ് സംഭവം. എലവേറ്റഡ് ഹൈവേ എലവേറ്റഡ് എന്നാൽ ഉയർത്തപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. കഴക്കൂട്ടത്ത് എലവേറ്റഡ് ഹൈവേയിലാണ് ഈ അപകടം സംഭവിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ഒരു വ്യക്തി ഗുരുതരാവസ്ഥയിലാണ്. ഒരു കാറ് പിക്കപ്പ് ഓട്ടോയിൽ ഇടിച്ചു. അതിനെ തുടർന്നാണ് ഈ അപകടം ഉണ്ടായത്. എലവേറ്റഡ് ഹൈവേ എന്നാൽ മേൽപ്പാലം, പാലത്തിലൂടെയുള്ള ഹൈവേ. ഭൂമിയിൽ നിന്നും ഒരുപാട് ഉയരത്തിലായിരിക്കും റോഡ്. ഇത്തരത്തിലുള്ള റോഡാണ് ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ഹൈവേ. ഇത്തരത്തിലുള്ള ഒരു ഹൈവേയിലാണ് ഈ അപകടം സംഭവിച്ചത്. തിരുവനന്തപുരം 2 സസ്റ്റൈൻഡ് ഇഞ്ചുറീസ് 2 പേർക്ക് പരിക്കേറ്റു. ആഫ്റ്റർ അതിനെ തുടർന്ന് എ കാർ ഹിറ്റ്സ് ഒരു കാറ് ഇടിക്കുന്നു. ഒരു പിക്കപ്പ് ഓട്ടോയിൽ ഒരു കാർ ഇടിക്കുന്നു. അതിനെ തുടർന്നാണ് ഈ അപകടം സംഭവിച്ചത്. ദി എലവേറ്റഡ് ഹൈവേ ഇൻ കഴക്കൂട്ടം എലവേറ്റഡ് ഹൈവേയിലാണ് ഈ അപകടം സംഭവിച്ചത്. ദി ഓട്ടോ ഡ്രൈവർ ഐഡൻറ്റിഫൈഡ് ഓട്ടോ ഡ്രൈവറെ തിരിച്ചറിഞ്ഞു. പേരാണ് പറയുന്നത്. ആസ് വേണു 52 52 വയസ്സ്. ഓഫ് ആറ്റിങ്ങലിലുള്ള 52 വയസ്സുള്ള വേണു എന്നാണ് ഓട്ടോ ഡ്രൈവറുടെ പേര്. സസ്റ്റൈൻഡ് ഇഞ്ചുറീസ് പരിക്കേറ്റു. ആൻഡ് ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന് ഗുരുതരമായിട്ട് പരിക്കുകളേറ്റു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ദി ആക്സിഡൻറ്റ് ഈ അപകടം സംഭവിച്ചത് ഈ അപകടം സംഭവിച്ചത് അറ്റ് 10 PM ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്കാണ് ഈ അപകടം സംഭവിച്ചത്. ദ പിക്കപ്പ് ഓട്ടോ ക്യാരിയിങ് പാർസൽ. ക്യാരിയിങ് എന്നാൽ വഹിച്ചു കൊണ്ടുപോകുക എന്നുള്ള അർത്ഥം, കൊണ്ടുപോകുക എന്നാണ് അർത്ഥം. ഈ പിക്കപ്പ് ഓട്ടോ കൊണ്ടുപോകുകയായിരുന്നു പാർസൽ കൊണ്ടുപോകുകയായിരുന്നു ഫ്രം ദ എയർപോർട്ടിൽ നിന്നും. ആ പിക്കപ്പ് ഓട്ടോ വാസ് പ്രൊസീഡിങ് ടുവേർഡ്സ് വെട്ടു റോഡ് ഏരിയ ത്രൂ കഴക്കൂട്ടം എലവേറ്റഡ് ഹൈവേ. കഴക്കൂട്ടം ഹൈവേയിലൂടെ ആ വാഹനം പോകുകയായിരുന്നു. ഈ വെട്ടു റോഡ് ഏരിയയിലൂടെ പോകുകയായിരുന്നു. മീൻ വൈൽ അതേസമയം അതിനിടയിൽ ദി ആക്സിഡൻറ്റ് ഒക്കേർഡ് ഈ അപകടം സംഭവിച്ചു. ആ സമയത്ത് എ കാർ കമ്മിങ് ഫ്രം ബിഹൈൻഡ് ഹിറ്റ് ദ ഓട്ടോ പിറകിൽ നിന്നും വരികയായിരുന്ന കാർ അതേസമയം അദ്ദേഹത്തിൻ്റെ പിക്കപ്പ് ഓട്ടോയിൽ ഇടിച്ചു. ബിഹൈൻഡ് എന്നാൽ പിറകെ, ഫ്രം ബിഹൈൻഡ് എന്നാൽ പിറകിൽ നിന്നും, ഹിറ്റ് എന്നാൽ ഇടിച്ചു, എന്നാൽ ആ സമയത്ത്. ദ പിക്കപ്പ് ഓട്ടോ ആ പിക്കപ്പ് ഓട്ടോ ലോസ്റ്റ് കൺട്രോൾ അതിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ നിയന്ത്രണം വിട്ട പിക്കപ്പ് ഓട്ടോ മറിഞ്ഞു. ഓവർടേൺ എന്നാൽ മറിയുക എന്നുള്ള അർത്ഥം. മറിഞ്ഞു. ആൻഡ് ട്രാവൽഡ് നീങ്ങിപ്പോയി, സഞ്ചരിച്ചു. ഫോർ അബൌട്ട് 100 meters അലോങ് ദ റോഡ് ബിഫോർ ഹിറ്റിംഗ് ദ ഗാർഡ് റെയിൽ എന്നാൽ പാലത്തിൻ്റെ കൈവരി എന്നുള്ള അർത്ഥമാണ്. പാലത്തിൻ്റെ കൈവരിയിലെ പിക്കപ്പ് ഓട്ടോ ഇടിക്കുന്നതിന് മുമ്പായിട്ട് 100 മീറ്ററോളം ആ മറിഞ്ഞ ഓട്ടോ സഞ്ചരിച്ചു. ദാറ്റ് കോസ്ഡ് ദ ആക്സിഡൻറ്റ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ള കാർ ഹാസിൻറ്റ് ബീൻ ഐഡൻറ്റിഫൈഡ് ആ കാറ് കണ്ടെത്തിയിട്ടില്ല. കാർ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ദ കാർ ദാറ്റ് കോസ്ഡ് ദി ആക്സിഡൻറ്റ് ഹാസിൻറ്റ് ബീൻ ഐഡൻറ്റിഫൈഡ് ആ അപകടത്തിന് കാരണമായിട്ടുള്ള കാറ് കണ്ടെത്തിയിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. ആ കാറ് ഫ്ലഡ് രക്ഷപ്പെട്ടു. വിത്തൗട്ട് സ്റ്റോപ്പിംഗ് എന്നാൽ നിർത്താതെ ആ കാർ അവിടെ നിന്നും ഓടിച്ചു പോയി, രക്ഷപ്പെട്ടു. ഫ്ലഡ് എന്നാൽ രക്ഷപ്പെട്ടു. പീപ്പിൾ അലോങ് വിത്ത് ദ പോലീസ് റഷ്ഡ് ദോസ് ഇൻ ദ പിക്കപ്പ് ടു ഹോസ്പിറ്റൽ പോലീസും നാട്ടുകാരും ചേർന്ന് ആ പിക്കപ്പ് ഓട്ടോയിലുണ്ടായിരുന്ന ആളുകളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി.
റസ്റ്റ് എന്നാൽ തിടുക്കത്തിൽ എന്നുള്ള അർത്ഥം, പെട്ടെന്ന്. ദോസ് ഇൻ ദ പിക്കപ്പ് എന്നാൽ പിക്കപ്പ് ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ള അർത്ഥം. ആ ആളുകളെ എന്താണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ കാറ് നിർത്താതെ രക്ഷപ്പെട്ടു പോയി.